തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രപരമായ സൗന്ദര്യത്തിന് മാറ്റ് കൂട്ടുന്നവയാണ് അമ്മ വീടുകൾ അഥവാ അമ്മച്ചി വീടുകൾ. അമ്മ വീടുകൾ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ പൈതൃക സമ്പത്താണ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഭാര്യമാർക്കായി നിർമ്മിച്ച ഈ വസതികൾ പ്രണയത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു. രാജാക്കന്മാരുടെ പത്നിമാരെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാൻ ചില നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഈ വീടുകൾ നിർമ്മിച്ചത്. ഇവിടെ താമസിച്ചിരുന്ന സ്ത്രീകളെ അമ്മച്ചി എന്ന ആദരവോടെ വിളിച്ചിരുന്നു. അവരുടെ മക്കൾക്ക് രാജകുടുംബത്തിൽ പ്രത്യേക പദവിയുണ്ടായിരുന്നു. രാജാക്കന്മാർ ഭാര്യമാർക്കായി പണിതു നൽകിയ പ്രേമോപഹാരങ്ങളാണിവ. പ്രണയത്തിൻ്റെ മണമുള്ള ഈ വീടുകളിൽ ചിലത് കാലത്തിൻ്റെ കെടുതികളെ അതിജീവിച്ചും തലസ്ഥാന നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു. ഏതു ദേശത്തു നിന്നാണോ ഭാര്യമാരെ ദത്തെടുത്ത് വിവാഹം ചെയ്യുന്നത്, ആ നാടിൻ്റെ പേരിലായിരിക്കും അമ്മ വീടുകൾ അറിയപ്പെടുന്നത്. നാഗർകോവിൽ, തിരുവട്ടാർ, അരുമന, തഞ്ചാവൂർ, വടശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലേക്ക് ദത്തെടുത്താണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭാര്യമാരെ സ്വീകരിച്ചിരുന്നത്. അതിനാൽ ഈ പേരുകളിലാണ് തലസ്ഥാനത്തെ അമ്മ വീടുകൾ അറിയപ്പെടുന്നതെന്ന് ചരിത്ര ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ വീടുകളിൽ അരുമന, വടശ്ശേരി, തിരുവട്ടാർ, തഞ്ചാവൂർ, നാഗർകോവിൽ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ തഞ്ചാവൂർ അമ്മ വീടിന് സവിശേഷ പ്രാധാന്യമുണ്ട്. വെസ്റ്റ് ഫോർട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ 167 വർഷം പഴക്കമുള്ള കെട്ടിടം തിരുവിതാംകൂറിന് തഞ്ചാവൂരുമായി ഉണ്ടായിരുന്ന ദീർഘകാല സാംസ്കാരിക വൈവാഹിക ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. തഞ്ചാവൂരിൽ നിന്ന് വന്ന രാജകീയ വനിതകളെ താമസിപ്പിക്കുവാനാണ് ഇത് നിർമ്മിച്ചത്. ഇന്ന് ഈ അമ്മ വീടുകൾ പലതും പുതിയ രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. ഈഞ്ചക്കലിലെ തഞ്ചാവൂർ അമ്മ വീട് ഒരു ഹെറിറ്റേജ് കെട്ടിടമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു ഹെറിറ്റേജ് ഹോട്ടൽ അല്ലെങ്കിലും സെമിനാർ ഹാളുകൾ, അതിഥി മുറികൾ തുടങ്ങി സൗകര്യങ്ങളോട് കൂടിയ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ കേവലം പഴയ നിർമ്മിതികളല്ല, മറിച്ച് തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. നിർമ്മാണ രീതിയിൽ തന്നെ ഏറെ പ്രത്യേകതയുള്ളതാണ് ഈ അമ്മ വീട്. വിദേശീയവും സ്വദേശീയവുമായ പലവിധ ശൈലികൾ സംയോജിപ്പിച്ചാണ് കെട്ടിടം പണിതിരിക്കുന്നത്. ജനലുകൾ കെട്ടിടത്തിന് പുറത്തേക്ക് തള്ളുന്ന തഞ്ചാവൂർ ശൈലിയിലാണ്. മിന്നാരങ്ങൾ മുഗൾ വാസ്തുശൈലിയിലാണ്. ജനലും വാതിലും വിക്ടോറിയൻ മാതൃകയിലാണ് ഗ്ലാസുകൾ പതിപ്പിച്ചിട്ടുള്ളത്. ജനൽ കർട്ടന് പകരം പാളികൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഫ്രഞ്ച് ശൈലിയും സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മാതൃകയിലാണ് മേൽക്കൂര സ്ഥാപിച്ചിട്ടുള്ളത്. ബെൽജിയൻ മിററുകൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ചവിട്ടുപടികൾ വിദേശ മാതൃകയിലാണ്. ചുവരുകളിൽ പന്തം വയ്ക്കുന്നതിനുള്ള പടികൾ പണിതിട്ടുണ്ട്. കിടപ്പുമുറികളിൽ പങ്ക സജ്ജീകരിച്ചിട്ടുണ്ട്. ചരടുപയോഗിച്ച കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവയാണ് പങ്കകൾ. 2 നിലകളിലായി 10 മുറികളുണ്ട്. ഇവയ്ക്ക് പുറമെ ചെറുതും വലുതുമായ ഹാളുകളും വെള്ളത്തിന് ഹാൻഡ് പമ്പ് ഉപയോഗിക്കുന്ന ആധുനിക ശുചിമുറികളും ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. തലസ്ഥാനത്ത് ആദ്യം വൈദ്യുതീകരിച്ച കെട്ടിടങ്ങളിലൊന്നും ഇതാണെന്ന ചരിത്രകാരന്മാർ പറയുന്നു. അപൂർവ എണ്ണച്ചായ ചിത്രങ്ങൾ കെട്ടിടത്തെ അലങ്കരിച്ചിരുന്നു. ശ്രീമൂലം തിരുനാളിൻ്റെ ഭാര്യയുടെ എണ്ണച്ചായ ചിത്രം ഇവിടെ നിന്ന് പണ്ട് മോഷണം പോയിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1890കളിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്.